അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. എന്നാലേ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ അങ്ങോട്ട് നടക്കുകയുള്ളൂ. അപ്പം എഴുന്നേറ്റ് വന്ന് ക്യാമറയിലോട്ടായി ഇപ്പം നോട്ടം. എന്നാൽ പിന്നെ പല്ല് തേച്ചിട്ട് കുളിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളെ നാട്ടിലൊരു വിശേഷമുള്ള ദിവസം കൂടിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഇടിക്കുകയും തട്ടുകയും ചെയ്യുന്ന കാരണം എന്താണെന്നറിയോ? നെഞ്ചുവേദനയാണ് കേട്ടോ. രാത്രി ഫുള്ള് ഗ്യാസ് കയറിയിട്ട് ഗ്യാസിൻ്റെ ഒരു വേദനയായിരുന്നു. അപ്പോൾ വിലക്കം മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സസൈസ് ഇടിയും തട്ടും മുട്ടും കുനിയലും നിവരലൊക്കെ ആയിരുന്നു രാവിലെ തന്നെ കേട്ടോ. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, വിലക്കം അവിടെ നിൽക്കട്ടെ, നമ്മൾ അരി ഇട്ടേക്കാമെന്ന് ഓർത്തിട്ട് പിന്നെ വേഗം അടുപ്പ് തീയൊക്കെ കൂട്ടി അരി അടുപ്പിലിട്ടു. അടുപ്പിലല്ല കേട്ടോ ഇട്ടത്, കലത്തിലിട്ടു. പിന്നെ ഞങ്ങൾ മൂന്നാളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ വലിയ കലമൊന്നുമില്ല, ഒരു കുഞ്ഞു കലം വെച്ചാൽ മതിയല്ലോ. കുടുവും ഞാനും വെച്ചല്ലേ ഉള്ളൂ. മറ്റൊരു ചേട്ടായിമാർ 2 പേരും ആദ്യകൂട്ടനും മോനുസും തറവാട്ടിലാണ്. അവർ ഇനിയിപ്പോൾ നാളെ എത്തുണ്ടാവുള്ളൂ. അപ്പം മുത്താറി അടുപ്പത്ത് വെച്ചു. അരി അടുപ്പത്തിട്ടതിന് ശേഷം പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ. അരി അരച്ച് വെച്ചില്ല. അരി അരച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് അരിയൊക്കെ ഇട്ട് അരച്ച് വെച്ചാൽ മതിയാവും. പിന്നെ ഒരു മടി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ റവ ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലെ നമ്മളെ മലയിലെ കാരാട്ടുപാറ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് ഘോഷയാത്രയുണ്ട്, താലപ്പൊലിയുണ്ട്, പിന്നെ എന്താണ് ഗാനമേളയുണ്ട്. അവിടെ ഒരുപാട് പരിപാടികളുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് സമയത്തിന് നമുക്ക് പോവാം, എല്ലാത്തിനും പങ്കെടുക്കാം. ഇത് വീട്ടിൽ നിൽക്കുക അല്ലാത്തതുകൊണ്ട് രാവിലെ എല്ലാം തീർത്ത് വെച്ചിട്ട് പോയാൽ വൈകുന്നേരം വന്നപാട് കുളിച്ച് മാറ്റിയിട്ട് പോവാം. പക്ഷേ കുടുവിനും ചേട്ടായിക്കും പനിയാണ് കേട്ടോ. നല്ല പനിയെന്ന് പറഞ്ഞാൽ പനിയില്ല, ചേട്ടായിക്ക് പനിയും ചുമയൊക്കെ ഉണ്ട്. കുടുവിന് പനിയല്ല, കുടുവിന് ഭയങ്കര കഫക്കെട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമയാണ്. അപ്പം ഒരു ട്രിപ്പ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊടുത്തു. അത് തീർന്നു കഴിഞ്ഞപ്പം വീണ്ടും ചുമ വന്നപ്പം എന്ത് ചെയ്തു, ഡോക്ടറെ കാണിക്കാതെ ആ മരുന്ന് തന്നെ കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെയും മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് കൊണ്ടുപോകാമെന്ന് ഓർത്തു. അങ്ങനെ ഉച്ച വരെ ലീവ് എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം കുടുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഓർത്തിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തായാലും പിന്നെ വന്നു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ പണികളെല്ലാം തീർത്ത് വെച്ച് പോയാൽ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, അടുപ്പത്ത് ചോറ് വേവുന്നുണ്ട്. ചട്ടിയിൽ ഉപ്പുമാവിനുള്ള ചട്ടി റവ വറുത്തെടുത്ത് വെച്ചിട്ട് വീണ്ടും ആ ചട്ടി തന്നെ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടാണ് ഉള്ളി അരിയണത് കേട്ടോ. പിന്നെ ഈ എഡിറ്റിങ്ങിൽ സ്പീഡാക്കിയതുപോലെ തന്നെയാണ് പണിയിൽ സ്പീഡ് തന്നെയാണ് കേട്ടോ. വേഗം ചെയ്താലേ വിചാരിച്ച പോലെ കാര്യം നടക്കുള്ളൂ. അതുകൊണ്ട് എന്താ പറയുക, അവിടെ ഞാൻ തപ്പുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ തപ്പുന്നുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ വേഗം അരിഞ്ഞു. പിന്നെ കറിവേപ്പിലയൊക്കെ കഴുകി പിടിച്ച് വലിച്ച് ചട്ടിയിലേക്ക് ഇട്ടു. ഇടിയും യുദ്ധമൊക്കെ കേൾക്കുന്ന കണ്ടിട്ട് പേടിച്ച് ലേശം പിന്നോട്ട് മാറി കേട്ടോ. കടുകും ഉള്ളിയൊക്കെ ഇല്ലെങ്കിൽ മുഖത്തുണ്ടാവും. നല്ല സ്പീഡ് കൂടുമ്പോൾ തീ കുറയ്ക്കാനൊക്കെ മറന്നു പോകും. അപ്പോഴാണ് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും എല്ലാം കൂടെ പൊട്ടിത്തെറിച്ചിട്ട് ആകെ മൊത്തം ഒരു പ്രശ്നത്തിലാവാം. അപ്പോൾ അതിന് അവസരം ഉണ്ടാക്കണ്ടെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു എക്സസൈസ് ചെയ്തതായിരുന്നു. കൈ മുകളിൽ തട്ടിയിട്ട് നമ്മളെ ട്യൂബ് ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കൈ മുകളിൽ തട്ടിയപ്പോൾ എനിക്ക് പ്രശ്നമില്ല, പക്ഷേ നേരെയാക്കാൻ എനിക്ക് പേടിയാട്ടോ. ഈ കറണ്ടിൻ്റെ മുകളിൽ വലിയ കളി അത്ര സുഖമുള്ള കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് നേരെയാക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ കുഞ്ഞിടേനെ വന്നിട്ട് അത് നേരെയാക്കി തന്നു കേട്ടോ. കരണ്ട്, പട്ടി, പാമ്പ് ഇതൊക്കെ ഒരു പേടി സ്വപ്നങ്ങളാണ്. പിന്നെ നേരെ ഓടിയത് എങ്ങോട്ടെന്ന് വെച്ചാൽ തുണി ഒലുമ്പിടുക എന്നുള്ളതാണ്. അടുത്ത ഒരു സമാധാനമാണ് കേട്ടോ. ഈ ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ വീട്ടിലെ പകുതി പണി കഴിഞ്ഞു എന്ന് പറയാം. അലക്കും കുളിയും കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ പണി കഴിഞ്ഞു. പിന്നെ അടുക്കളത്തെ പണികളൊക്കെ നമുക്ക് സാധാരണ നിന്ന് നമ്മളെ എന്താ പറയുക, ഒരു സമയത്ത് നമുക്ക് പല പണികൾ ചെയ്യാം. ഈ അലക്കും പണി എന്ന് പറഞ്ഞാൽ അലക്കുകയും കുളിക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ അത് ആ സമയത്ത് അത് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അതെല്ലാം തീർത്ത് എല്ലാം അലക്കലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഓട്ടം എങ്ങോട്ടാന്ന് പറയാം, ചൂല് തേടി ഓടിയതാണ് കേട്ടോ. ഈ ഓട്ടം എനിക്കുള്ളതാണ്. കാരണം ഞാൻ ചൂല് അപ്പുറത്താണ് വെച്ചതെന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചൂല് അവിടെ ഇല്ല. പിന്നെ ഞാൻ ഇങ്ങോട്ടോടി. എന്തൊരോട്ടം! ഈ ഓട്ടം നേരെ ഓടിയായിരുന്നെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എത്തായിരുന്നു. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഗൾഫിലെത്തായിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഓട്ടം ഓടിയിട്ടൊന്നും കാര്യമില്ല. വേഗം മുറ്റം അടിച്ചു വാരാന്ന് പറഞ്ഞാൽ മുറ്റം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. കൊത്തിമാന്തിയൊക്കെ കുറേ ചപ്പും ചവറും പുല്ലൊക്കെ നമ്മൾ കളഞ്ഞെങ്കിലും എന്നാലും നമുക്കൊരു സമാധാനത്തിന് നമ്മളിങ്ങനെ അടിച്ച് വാരുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ടല്ലോ. പിന്നെ വൈകുന്നേരം വന്നിട്ട്
നമുക്ക് പിന്നെ എന്നും വൈകുന്നേരം ഒന്നും അടിക്കൽ നടക്കില്ല കേട്ടോ. ചെയ്യണമെന്നാണ് എന്നും രാവിലെയും വൈകിട്ടും മുറ്റം അടിക്കണം, മുറ്റം അടിച്ചിട്ട് വേണം വിളക്ക് കത്തിക്കാനൊക്കെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മളെ സാഹചര്യം നമ്മളെ അവസ്ഥയും നമ്മൾ വീട്ടിലിരിക്കുകയല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ പണി വരുമ്പോൾ തന്നെ 6, 6:30 അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അപ്പം എല്ലാം അടിക്കലും അലക്കലും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മളെ റേഷനരി നല്ല പാകമായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അരി ഊറ്റാൻ. വെള്ളം ഒഴിച്ച് ഒരു 2-3 വട്ടം നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ ആ വെള്ളം കളയുക. എന്നിട്ട് പിന്നെ നല്ലപോലെ ഊറ്റി അവിടെ വെക്കുക. അങ്ങനെ ചോറ് ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം വേഗം പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. കഴുകാനുള്ള പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാൽ അതും ഒരു സമാധാനം കേട്ടോ. ചില ദിവസം പക്ഷേ ഇട്ടിട്ട് എറിഞ്ഞിട്ട് ഓടും. ചേച്ചി പെണ്ണേ ഇപ്പം വരട്ടെ ചേച്ചി പെണ്ണേ. ചേച്ചി വന്നു ചിരിക്കുന്ന പോലെ. സത്യം പറഞ്ഞാൽ ഞാൻ കൊടു എണീക്കാൻ വേണ്ടിയിട്ട് അടവ് പറഞ്ഞാണ് കേട്ടോ. എണീക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും ഞാൻ പറയുമ്പോൾ അവന് എഴുന്നേൽക്കുന്നില്ല കേട്ടോ. നീ നോക്കിക്കോ കേട്ടോ. ഞാൻ തന്നെ പോയി നിന്നിട്ട് വെറുതെ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുവേ, കൊടു അല്ല ചേച്ചി അവരവിടെ ഉള്ള മക്കളോട് വർത്തമാനം പറയുന്ന പോലെ ഞാൻ വെറുതെ ഒറ്റയ്ക്ക് നിന്ന് വർത്തമാനം പറഞ്ഞതാണ് സത്യത്തിൽ. അപ്പോൾ അവൻ്റെ പ്രതികരണം അവനിങ്ങനെ അപ്പോഴത്തേക്ക് ഉണർന്ന് വരും കേട്ടോ. അമ്മ പോട്ടെ എന്നാല്, അമ്മ പോട്ടെ. അമ്മേൻ്റെ കൂടെ പോയിരുന്നുണ്ടോ? അതാ ചിപ്പി ചേച്ചി ഒന്ന് വാടാ വാ. ചേച്ചി പെണ്ണ് വന്നു. വാ പോയി നോക്കാം, ചേച്ചി പെണ്ണിനെ പോയി നോക്കാം. ഇല്ല ഞാൻ ചേച്ചി പെണ്ണിൻ്റെ കൂടെ പോട്ടെ. ചേച്ചി പെണ്ണേ ഞാൻ ഉണ്ടേ അടക്ക്. ചേച്ചി പെണ്ണേ ഞങ്ങൾ പോരണ്ട ചേച്ചി പെണ്ണേ. ചേച്ചി പെണ്ണേ എടേ ചേട്ടാക്കുട്ടി എടേ. എവിടെ അവനെവിടെ? താഴത്തേക്ക് പോവാം നമ്മൾ. ഞാനുണ്ട് അടക്കേ ചെറുപ്പട്ടെ. ഓ കുടി പോരണ്ടോ? പല്ല് കഴിക്കണം എന്നാ വേമാ. റെസിപ്പി അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ സത്യത്തിൽ അവരവിടെ ഉണ്ട് കേട്ടോ. കുടുവിനെ എടുത്തിട്ട് എഴുന്നേറ്റ് വന്നപ്പോഴത്തേ അവർ കോഴീനൊക്കെ തീറ്റ കൊടുത്തിട്ട് അവർ വരുന്നുണ്ടായിരുന്നേ. പിന്നെ കുടുവിനെ സോപ്പിട്ട് അവിടെ ഇരുന്ന് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. കോഴിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ, അത് കൊടുത്തിട്ട് പോവുമല്ല. അപ്പോൾ കുടുവിനോട് പറഞ്ഞു നമുക്ക് കോഴിക്കോടിൻ്റെ അടുത്തുനിന്ന് പോയി നോക്കാം, പല്ല് തേക്കണ്ടേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടണം കേട്ടോ, എന്നാലേ നമ്മളെ കാര്യം നടക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ പല്ല് തേക്കലൊക്കെ കഴിഞ്ഞു. പല്ല് തേക്കൽ കഴിഞ്ഞില്ല, അതാ പല്ല് തേച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് കുടുവിനെ ഡോക്ടറെ കാണിച്ചിട്ട് വേണം പിന്നെ നമുക്ക് കുടുവിനെ കൊണ്ടുപോകുന്നില്ല. കുടു ഇവിടെ വീട്ടിൽ നിൽക്കും. കുടുവിൻ്റെ അച്ഛനും വീട്ടിൽ അഡ്മിറ്റാണ്. അപ്പം ഞാൻ താഴത്തെ ചിപ്പിമോളും കൂടിയാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. അപ്പം എന്താ പറയുക, അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്രാവശ്യം വീഡിയോ പിടിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് വളരെ കുറവായിരുന്നു കേട്ടോ. അപ്പം ഉള്ളത് വെച്ചിട്ട് ഞാൻ വീഡിയോ പിടിച്ചതാണേ.
ചേച്ചിയാ സ്വാമിയേ സ്വാമിയേ ഹരിഹരസുതനേ ത്രിമൂല ഗണപതി ഭഗവാനേ സ്വാമിയേ ഗുരുനാഥനേ വില്ലാളി വീരനേ വീരമണികണ്ഠനേ കലിയുഗവരദനേ ബ്രഹ്മചാരിയേ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനേ ശിവപവർക്കാനന്ദമൂർത്തേ പ്രധാനപ്രഭുവേ അഭിഷേകപ്രിയനേ അഭിഷേകപ്രിയനേ
അങ്ങനെ കയറി പോകുമ്പോൾ ഞാനും അശ്വതിയും ജിപ്പിയും ഉണ്ട് കേട്ടോ. ഫോണിന് എന്താണെന്നറിയാം തീരെ കാണുന്നില്ല കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിയാൽ ഓൺ ആവില്ലായിരുന്നു, അത്രയും ചാർജ് കുറവായിരുന്നേ. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച വീഡിയോയിലെല്ലാം ക്ലാരിറ്റി കുറവാണ്, ആളെ മനസ്സിലാവില്ല കേട്ടോ. ഞാനും ജിപ്പി മോളും ആകെ ഈ ഒരു ഇതിൽ മാത്രമുള്ളേ, അത് അശ്വതിൻ്റെ മോള് പിടിച്ചെടുത്ത വീഡിയോ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ആ വെളിച്ചം കാണുന്ന അവിടെ എത്തണം കേട്ടോ, മുകളിലെത്തണം. ശരിക്കും ഒരു ശബരിമലയിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ആ വീഡിയോയിൽ ഇവിടുത്തെ ശരിക്കിനുള്ള ആളുകളും ബഹളവും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുടുന് വയ്യാത്തതുകൊണ്ട് എനിക്ക് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേഗം പോയി പോരുകയാണ് ചെയ്തത്. ഞാൻ പറയുമ്പോൾ അവിടെ അവിടൊക്കെ തലയിൽ മുണ്ടിലൊക്കെ അയ്യപ്പോ ഇവിടെ സജീവമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് എല്ലാ പണികളും എല്ലാം കഴിഞ്ഞ് പോകേണ്ട ആളാണ് കേട്ടോ ഞാൻ. പക്ഷേ നിവൃത്തികേട് കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ നേരത്തെ തിരിച്ചു പോയി കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നമ്മൾ ഫോണിൽ ചാർജ് കുറവാണ് എല്ലാ പോരായ്മയ്ക്കും കാരണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.